എല്ലാ വർഷവും വോട്ട് ചെയ്യാറുണ്ട്. ഇതൊരു എല്ലാ ചെയ്യാതിരിക്കല്ല. വർഷവും വോട്ട് ചെയ്യാറില്ല. എല്ലാ നമ്മൾ ഇലക്ഷനും വരുന്ന എല്ലാ ഇലക്ഷൻ ചെയ്യാറുണ്ട് അല്ലേ? പേഴ്സണലായിട്ട് നമ്മൾ ഒരു പാർട്ടിക്കെന്നല്ല, പാർട്ടിക്ക് ആരാണോ നമുക്ക് ഉപകാരപ്പെടുന്നത് അവർക്ക് അവർക്ക് ചെയ്യും. Indian citizen, we have to. എന്താണ് അഭിപ്രായം ഇലക്ഷനെ പറ്റിയിട്ടൊക്കെ? ഇലക്ഷൻ എന്തായാലും തീർച്ചയായും നമ്മുടെ എല്ലാവരും അവകാശമല്ല ഇലക്ഷനിൽ വോട്ട് ചെയ്യാന്നുള്ളത്. തീർച്ചയായും എല്ലാ പൗരന്റെ അവകാശം. സമ്മതിദാവകാശം നമ്മുടെ അവകാശമാണ്. അതെ തീർച്ചയായും. അപ്പോൾ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഗുണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പിന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വോട്ട് ചെയ്തത്. നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടല്ലേ. അപ്പം തീർച്ചയായും നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായും നമ്മൾ അവർക്ക് വോട്ട് ചെയ്യും. വെരി ഗുഡ്. അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കരുത്. അത് തീർച്ചയായും എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. തീർച്ചയായും അത് ചോദിക്കുന്നത്. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളതൊരു സാധാരണ നടപടിയല്ല. നമ്മെ ആര് ഭരിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ദിശ എങ്ങോട്ടേക്കായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ അഭിപ്രായം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ ഒരു അവകാശ വിനിയോഗ അവസരമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളുടേതാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഏക വഴിയാണ്. നമ്മളെ നേതാക്കന്മാരെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റാനുള്ള ഏക അവസരമാണ് വോട്ടിംഗ്. ജനങ്ങൾക്ക് വേണ്ടി നല്ലോണം പണിയെടുത്തില്ലെങ്കിൽ ജനങ്ങൾ മാറ്റിക്കൊത്തു അവർ തോപ്പിക്കുകയും ചെയ്യും. ആ ഭയം അവർക്കും ഉണ്ടാവും. തൊഴിലവസരങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങി നമ്മുടെ സ്വാതന്ത്ര്യം വരെയുള്ള കാര്യങ്ങളിൽ നയരൂപീകരണങ്ങൾ നടക്കുന്നത് നിയമനിർമ്മാണ സഭകളിലാണ്. അതിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമാണ്. ഓർക്കുക, വോട്ടവകാശം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി സംരക്ഷിക്കുന്നതിനും അവകാശം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള ഏക ഉപായമാണ്. മാത്രവുമല്ല, ജനാധിപത്യം സമത്വത്തിലധിഷ്ഠിതമാണ്. ഓരോ വോട്ടിനും ഒരേ വിലയാണ്. നിങ്ങൾ ഏതു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നയാളുമാവട്ടെ, നിങ്ങളുടെ വോട്ടിന് ഒരേ വിലയുള്ളൂ. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. ഓരോ വോട്ടിനും ഒരേ വിലയാണ്. ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ അധികാരം ഏതെങ്കിലും ചില വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടും. എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാവുന്നത്. പലരുടെയും ത്യാഗപൂർണവും നിസ്വാർത്ഥവുമായ പോരാട്ടങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ. നാം ഓരോ തവണ വോട്ട് ചെയ്യുമ്പോഴും ആ പോരാട്ടങ്ങളെ ആദരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ വോട്ട് ചെയ്യാറില്ലെന്ന് അഭിമാനത്തോടെ പറയുന്നവരോടാണ്. രാഷ്ട്രീയം ഇന്ന് നമ്മളുടെ അടുക്കള വരെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ. സാമ്പത്തിക നയങ്ങൾ, സോഷ്യൽ പോളിസീസ്, അടിസ്ഥാന സൗകര്യ വികസനം, പാരിസ്ഥിതിക നിയമങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളെയാണ് ഓരോ ഇലക്ഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. ഉറച്ച ശക്തമായ ഒരു ജനാധിപത്യ ഭാരതത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.